മുക്കം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും 2.5 വർഷമായി നിലച്ചുകിടക്കുന്ന ശുദ്ധജല വിതരണം പുനരാരംഭിക്കാൻ നടപടിയായി. കോടികൾ മുടക്കി നവീകരിച്ച നഗരത്തിലെ റോഡ് വെട്ടിപ്പൊളിക്കാതെ PC ജംഗ്ഷനിൽ പുതിയ സാങ്കേതിക വിദ്യയോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് നഗരത്തിൽ തുടക്കമായി. 2023 ഓഗസ്റ്റിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പ് പൊട്ടിയതോടെയാണ് നഗരത്തിലെ ശുദ്ധജല വിതരണം നിലച്ചത്. ഇതോടെ മുക്ക നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, കുൾബാറുകൾ എന്നിവയ്ക്ക് പുറമെ ഗാർഹിക ഉപഭോക്താക്കളും ജല അതോറിറ്റിയുടെ ശുദ്ധജലം കിട്ടാതെ ബുദ്ധിമുട്ടിലായിരുന്നു. PC ജംഗ്ഷൻ മുതൽ ആലിഞ്ചോട്, ഓർഫനേജ്, മാർക്കറ്റ് റോഡ്, പെരളിയിൽ, മൂലത്ത്, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ജലവിതരണമാണ് തടസ്സപ്പെട്ടിരുന്നത്. വാട്ടർ അതോറിറ്റി റിവേഴ്സ് പമ്പിംഗ് നടത്തുകയും ബ്ലോക്ക് താൽക്കാലികമായി മാറ്റുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. കാലപ്പഴക്കം ചെന്നതും വ്യാസം കുറവായതുമായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ഏക പരിഹാരം. ഇതോടെയാണ് കോടികൾ മുടക്കി നവീകരിച്ച നഗരത്തിലെ റോഡ് വെട്ടിപ്പൊളിക്കാതെ PC ജംഗ്ഷനിൽ പുതിയ സാങ്കേതിക വിദ്യയോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നത്. മുക്കം ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായി നവീകരിച്ച റോഡ് കുത്തിപ്പൊളിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അനുമതി നിഷേധിച്ചതോടെ അറ്റകുറ്റപ്പണി നടത്താനോ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനോ സാധിക്കാതെയാവുകയായിരുന്നു. റെസ്റ്റോറേഷൻ ചാർജായും സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും 3 ലക്ഷത്തോളം രൂപയാണ് PWD ചോദിച്ചിരുന്നത്. തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരാഹാര സമരം ഉൾപ്പെടെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ നഗരസഭയിലെ ഇടത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ കൊടുവള്ളിയിലെ ജല അതോറിറ്റി എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ധർണയും നടത്തിയിരുന്നു. എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നിരുന്നില്ല. ഇതോടെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. തുടർന്ന് കുടിവെള്ള വിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് ഈ ഉത്തരവ് വന്നത്. എന്നാൽ ഈ ഉത്തരവും നടപ്പാക്കാത്തതിനെതിരെ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെയാണ് അധികൃതർ തുടർ നടപടി സ്വീകരിച്ചത്. നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികളെയും അതുമായി ബന്ധപ്പെട്ട രേഖാമൂലം തന്നെ ഞങ്ങൾ പരാതി അറിയിക്കുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരിഹാരവും ഇല്ലാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷ സമരം എന്ന നിലയ്ക്ക് നമ്മൾ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. അതിലും പരിഹാരമാകാത്തതിൻ്റെ അടിസ്ഥാനം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനു വേണ്ടി സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ അതുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. 2 മാസത്തിന് അകം അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കോടതിയെ വിവരം അറിയിക്കണമെന്ന് അന്നത്തെ ജഡ്ജ്മെൻറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നമുക്കറിയാം അടിയന്തര സ്വഭാവത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ കാണുന്നുണ്ട്. സന്തോഷമുണ്ട്. കാരണം കേരള വ്യാപാര സേവനം സംബന്ധിച്ചിടത്തോളം ഇതൊരു സമര പോരാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പ്രവൃത്തി പൂർത്തിയാക്കിയാൽ ഉടനെ ഉപഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.